കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം. ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടർത്താം വളർത്താം. നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ. കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം. നാടിനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി. മൂടുവിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി. അലസത വിടിയാം അവലത കളയാം പുതുനാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാനീ യജ്ഞം. നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ. കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം. നമസ്കാരം. അറ്റ്ലാന്റിയുടെ തീരങ്ങളിലേക്ക് മരങ്ങളെ തേടി ആദ്യത്തെ റോബിൻ പക്ഷി പറന്നു വരുമ്പോൾ തന്നെ ഏതൊരു അമേരിക്കക്കാരനും അറിയാം അത് വസന്തകാലത്തിന്റെ ആഗമനമാണെന്ന്. എന്നാൽ കാലങ്ങൾ കഴിയുന്തോറും റോബിൻ പക്ഷിയുടെ വരവ് കുറഞ്ഞു. പൂക്കളും വിരിയാതെയായി. വസന്തം മൂകമായി. അത്യാഗ്രഹം മൂലം മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത ക്രൂരതയുടെ അനന്തരഫലമായിരുന്നു ഇത്. അമിതമായ കീടനാശിനി പ്രയോഗം വസന്തത്തെ മൂകമാക്കുമെന്നും മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുമെന്നും ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞ റേച്ചൽ കാഴ്സന്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിലാണ് ഇപ്രകാരം വിവരിക്കുന്നത്. റേച്ചൽ കാഴ്സന്റെ ഈ തിരിച്ചറിവ് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുടുംബശ്രീ. ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. ദൂരദർശന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. അനശ്വര നടൻ തിലകന്റെ ജന്മനാട്, പ്രശസ്തമായ ചതയ ജലോത്സവത്തിന്റെ നാട്, കഥകളി പരിശീലനത്തിലൂടെ നാട്ടിലെ കഥകളി ഗ്രാമം. അയിരൂരിന് വിശേഷണങ്ങൾ ഏറെയാണ്. സ്വാഗതം ചെയ്യാം നമുക്ക് അയിരൂർ CDSനെ ഈ വേദിയിലേക്ക്. അയിരൂർ CDS മൊത്തം ADS 17, അയൽക്കൂട്ടം 177, BPL അംഗങ്ങൾ 2260, APL അംഗങ്ങൾ 615, SC അംഗങ്ങൾ 153, ST അംഗങ്ങൾ 7. അയിരൂരിലെ കുടുംബശ്രീ അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. ശോഭന പ്രകാശ് CDS വൈസ് ചെയർപേഴ്സൺ. പ്രഭാവതി പുതിയ ചെയർപേഴ്സൺ. ഹുസൻ ഫിലിപ്പ് മുൻ CDS ചെയർപേഴ്സൺ. അംബുജാഭായി അയിരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അഡ്വക്കേറ്റ് ശ്രീകല ഹരികുമാർ അയിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്കിനി വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ.
മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ നിവേദിത പി ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, സാമൂഹ്യ പ്രവർത്തകയും സഖി സ്ത്രീ സംഘടനയുടെ സ്ഥാപക ഡയറക്ടറുമായ ശ്രീമതി ഏലിയമ്മ വിജയൻ, അധ്യാപകൻ, സാഹിത്യകാരൻ, നിരൂപകൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ജോർജ് ഓണക്കൂർ. അയ്യപ്പന്റെ ഊരാണ് അയിരൂരായി മാറിയതെന്നാണ് വിശ്വാസം. കുറെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉറങ്ങുന്ന നാടാണ് അയിരൂർ. അയിരൂരിന് കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? ചർച്ചയിലേക്ക്. അയിരൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തനങ്ങൾ, വിശേഷങ്ങൾ എന്തൊക്കെയാണ് ചുരുക്കത്തിൽ? അയിരൂർ ഗ്രാമപഞ്ചായത്ത് ആശ്രയയുടെ പ്രോജക്റ്റ് സംഘം നടക്കുന്നുണ്ട്. സംഘകൃഷി, ബാലസഭ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സ്ത്രീ ശാക്തീകരണം, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, മൈക്രോ സംരംഭങ്ങൾ, സൂക്ഷ്മ സംരംഭങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ സംഘകൃഷിയുണ്ട്. 75 ഏക്കർ. നമ്മുടെ അയിരൂര് കൂടുതൽ റബ്ബർ കൃഷിയാണ്. റബ്ബർ കൃഷിയും ഗൾഫ് മേഖലയുടെ ആൾക്കാരുമാണ് കൂടുതൽ താമസിക്കുന്നത്. എന്തിനും 75 ഏക്കറിൽ നമ്മൾ സംഘകൃഷി ചെയ്യുന്നുണ്ട്. അതിൽ 57 ഏക്കർ ഏത്തവാഴയാണ്, ബാക്കി 12 ഏക്കർ കിഴങ്ങ് വർഗ്ഗങ്ങളും, ബാക്കി 6 ഏക്കറിൽ പച്ചക്കറി കൃഷി, പിന്നെ ഇടവിളയായിട്ട് തണ്ണിമത്തൻ കൃഷി ഉണ്ടായിരുന്നു സീസൺ സമയത്ത്, വെറ്റക്കൊടി, ഇതെല്ലാം ചെയ്യുന്നു. പിന്നെ ഇതിന് എല്ലാ ഗ്രൂപ്പുകളും 1 ലക്ഷം രൂപ വീതം ലോൺ എടുത്ത് 1ഉം 2ഉം ഘട്ടം എടുത്താണ്. അവർക്ക് ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടി, പ്രൊമോഷൻ ഗ്രാന്റ് 1000 രൂപ വെച്ച് കിട്ടി, ഏരിയ ഇൻസെന്റീവ്, പ്രൊഡക്ഷൻ ഇൻസെന്റീവ് എല്ലാം ലഭിക്കുന്നു. വേറെ പിന്നെ സ്ത്രീ ശാക്തീകരണമായിട്ട് നിർഭയ പഞ്ചായത്താണ്. സ്ത്രീ ശാക്തീകരണമായിട്ട് ജെൻഡർ കോർണർ ഉണ്ട്. നിർഭയ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും നടപ്പാക്കുന്ന പഞ്ചായത്താണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ജെൻഡർ കോർണർ, കുടുംബശ്രീ ജെൻഡർ കോർണറിൽ കിട്ടുന്ന പരാതികൾ നമ്മളെടുത്ത് CDSൽ 5 അംഗങ്ങളുണ്ട്. അതിന്റെ അത് പരിഹരിക്കാവുന്ന പരിഹരിക്കില്ലാത്ത നമ്മൾ എല്ലാ മാസവും ലാസ്റ്റ് ദിവസം നമ്മൾ ജാഗ്രതാ സമിതി, പഞ്ചായത്ത് പ്രസിഡന്റ്, SI, ICD സൂപ്പർവൈസർ, പഞ്ചായത്ത് വനിതാ മെമ്പർമാര്, CDSന്റെ അംഗങ്ങൾ എല്ലാവരും കൂടി വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ നമ്മൾ ഈ കേസുകൾ തീർപ്പാക്കുന്നു. എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് പിന്നെ സ്റ്റേഷനിലേക്ക് വിടും. കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ആദ്യത്തേത് പശു വളർത്തൽ സംരംഭം, അതൊരു പ്രധാന സംരംഭമാണ് അല്ലേ? അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് അയിരൂർ CDS നടപ്പാക്കിയ പദ്ധതികളിൽ മികച്ചതാണ് പശു വളർത്തൽ സംരംഭം. നമുക്കിനി ക്ഷീരഗ്രാമത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. രാവിലെ തന്നെ മിൽമയിലേക്കുള്ള ഓട്ടത്തിലാണ് സുധർമ്മ ചേച്ചി. അതിരാവിലെ എഴുന്നേറ്റ് തൊഴുത്തിൽ കയറി 50 ലിറ്ററിലധികം പാൽ കറന്നെടുത്ത് അത്യാവശ്യം വീടുപണിയും തീർത്തതിനു ശേഷമാണ് ഈ ഓട്ടം. ശരാശരി 40 ലിറ്റർ പാൽ സുധർമ്മ ചേച്ചി മിൽമയ്ക്ക് കൊടുക്കും. 10 ലിറ്ററോളം പാൽ വീടുകളിലും നൽകും. മൊത്തത്തിൽ ദിവസം 50 ലിറ്റർ പാൽ വിപണനം നടത്തുന്നുണ്ട്. ഞാൻ കുടുംബശ്രീ വന്നിട്ട് 12 വർഷമായി ചേർന്നിട്ട്. അതിനുശേഷം എനിക്ക് കുടുംബശ്രീയിൽ നിന്നും പശുവിന് ലോൺ കിട്ടി. ആന്തരിക വായ്പകളെല്ലാം എടുക്കുന്നുണ്ട്. സബ്സിഡിയായിട്ട് 10,000 രൂപ ലഭിച്ചു. വായ്പയെല്ലാം വീടി. ഇപ്പോൾ പശു 4 എണ്ണം വീട്ടിലുണ്ട് കറക്കുന്നത്. കിടാവ് 2 എണ്ണം ഉണ്ട്. കുടുംബശ്രീ ആയിട്ട് സഹകരിക്കുന്നതിന് മുമ്പ് പിന്നെ അത്ര പെട്ടെന്ന് പൈസ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൈസ പെട്ടെന്ന് നമുക്ക് വായ്പ എടുക്കാൻ പറ്റുന്നുണ്ട്. 2011 പത്തനംതിട്ടയിലെ അയിരൂർ CDS പശു വളർത്തൽ പദ്ധതി ആരംഭിച്ചത്. 8 ഗ്രൂപ്പുകളിലായി 40 വനിതകൾ ഈ പദ്ധതിയിലുണ്ട്. തൊഴുത്ത് നവീകരിക്കുന്നതിനും പുതിയവ നിർമ്മിക്കുന്നതിനുമായി പഞ്ചായത്ത് ഒരു വ്യക്തിക്ക് 10,000 രൂപ വച്ച് വിതരണം ചെയ്യുകയുണ്ടായി. മിൽമ സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റയും തീറ്റപ്പുൽ വിത്തുകളും ഇവർക്ക് നൽകി വരുന്നു. അയിരൂർ പ്രദേശത്തെ മേച്ചിൽപ്പുറങ്ങളിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്നത്
ആനന്ദം പകരുന്ന ഒരു കാഴ്ച മാത്രമല്ല, ഈ കുടുംബിനികൾക്ക് 10 രൂപ പോലും സ്വന്തമായി വരുമാനമില്ലാതെ വീട്ടിലൊതുങ്ങിക്കഴിഞ്ഞ തങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കിയ ജീവിതമാർഗമാണിത്. ലക്ഷ്മി ഗ്രൂപ്പിലെ തുളസിക്ക് HF ഇനത്തിൽപ്പെട്ട 2 പശുക്കളാണുള്ളത്. ഇപ്പോൾ 10 ലിറ്റർ പാൽ മിൽമയ്ക്കും ബാക്കി വരുന്നവ വീടുകളിലും വിൽക്കുന്നു. സംഘകൃഷി ഗ്രൂപ്പിൽ അംഗമായ തുളസി പശുവിൻ ചാണകം കൃഷിക്കാവശ്യമായ വളമായും ഉപയോഗിക്കുന്നു. ക്ഷീരസമൃദ്ധിയിലൂടെ ഒരു നാടിന്റെ വികസന പ്രക്രിയയ്ക്ക് കരുത്തു പകരുകയാണ് ഈ സ്ത്രീ കൂട്ടായ്മകൾ. പറയാമോ എന്തൊക്കെയാണ് ഇത് വന്നിട്ടുണ്ടായ മാറ്റം? ആദ്യമൊരു പശുകളായിരുന്നു. കുടുംബശ്രീ വന്ന പിന്നെ ലോൺ എടുത്ത് 2 പശുവിനെ വാങ്ങിച്ചു. ഇപ്പം 4 പശുവുണ്ട്. പശുക്കറ കൊണ്ട് മാത്രമാണ് ഒരു ദിനം കഴിയുന്നത്. എത്ര പാല് കിട്ടുന്നുണ്ട്? 17 ലിറ്ററോളം ഉണ്ട്. എത്ര? 17 ഒരു ദിവസം. ആരെങ്കിലും സഹായിക്കാനുണ്ടോ? മക്കള്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തൊഴിൽ തിരഞ്ഞെടുത്തത്? എന്റെ ഭർത്താവിനൊരു അപകടം പറ്റി. ജോലിക്ക് പോകാനൊന്നും പറ്റാതായി. ഇപ്പം മക്കളെ വളർത്തി പഠിപ്പിക്കണമല്ലോ, അതിനുവേണ്ടി. എത്ര കുട്ടികളുണ്ട്? 2 മക്കൾ. പഠിക്കുകയാണോ? എന്ത് പഠിക്കുന്നു? ഒരാള് +2 കഴിഞ്ഞ് ഇൻസ്ട്രുമെന്റേഷൻ പഠിക്കുന്നു. ഒരാള് പോളിടെക്നിക് 2ാം വർഷം. ആൺകുട്ടികളാണോ? ശരി. അപ്പം അങ്ങനെ വന്നപ്പോഴാണ്. അതിനു മുൻപ് പശുക്കളെ വളർത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഒരെണ്ണം. ഇപ്പൊ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് സഹായിക്കുന്നുണ്ട് പശുവിനൊപ്പം. എന്നാലും പോരാ, ആരോഗ്യം പോരാ. അസുഖമാണ്. പോറ്റക്കെട്ടെടുക്കാനും പുല്ലൊന്നും ചെത്താനും പുൽകൃഷിയുണ്ട്. ഇപ്പൊ പാടത്ത് നടന്നു കാലിന് ആക്സിഡന്റ് ഉണ്ടായി കമ്പ്യൂട്ടറിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഭൂമി വല്ലതുണ്ടോ? ഉണ്ട്. വീടും പശുവിനെ സംരക്ഷിക്കാനുള്ള ഇരുത്തും എല്ലാം ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ തന്നെയാണോ ചെയ്യുന്നത്? മക്കൾ സഹായിക്കും അല്ലേ? അവര് പഠിക്കാൻ പോകുന്നാലും പാലും കൊണ്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് പാലൊക്കെ കൊണ്ടുപോകും, വൈകിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പാലൊക്കെ വിതരണം ചെയ്തിട്ടാണോ മക്കൾ പഠിക്കാൻ പോകുന്നത്? നല്ല കാര്യം. ഇതിന്റെ കടം തിരിച്ചടയ്ക്കുന്ന കഴിഞ്ഞു? അത് വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞു. എങ്കിലും ഇപ്പൊ എനിക്ക് 2 ഇപ്പൊ കറക്കുന്നുണ്ട് ഓൾറെഡി. ഇപ്പം വണ്ടി എടുത്തു, അതിന്റെ ഫീസ് അടയ്ക്കുന്നുണ്ട്, സമ്പാദ്യമുണ്ട്. ചെയർപേഴ്സൺ, കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരുന്നുണ്ടോ? കാരണം 8 എന്ന് പറഞ്ഞാൽ 40 പേര് മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് 8 ഉള്ളൂ. ഇത് നമ്മുടെ പഞ്ചായത്ത് വനിതാ കട പദ്ധതി വെച്ച് ഒരു കിടാവിനെ കൊടുക്കുന്നുണ്ട്. അത് വളർത്തി വ്യക്തികളായിട്ടെല്ലാ വീടുകളിലും വനിതകൾക്കെല്ലാം പശുക്കളുണ്ട്. എത്ര പേരുണ്ട് അങ്ങനെ? അങ്ങനെ ഒരു 200 പേർക്കുണ്ട്. 200 പേരോളം ഇതുമാതിരി കുടുംബശ്രീന്ന് സഹായം കിട്ടിയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റു പല ഗ്രൂപ്പുകളും 10, 200, 300 പശുക്കളെയൊക്കെ ഉള്ള സംരംഭങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതിപ്പോ ഒരു 8 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 40 പേരുള്ള പശുക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു വലിയൊരു സംരംഭമായിട്ട് വളർന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? 8 ഗ്രൂപ്പ് നല്ല രീതിയിൽ തന്നെ 5, 9 10 പശുവൊക്കെ ഉള്ള വീടുകളുണ്ട് ഇപ്പൊ. ഈ ഗ്രൂപ്പിൽ പെട്ടവർക്ക് 10 പശുക്കളുള്ള വീടുകളൊക്കെ. ചിലർക്ക് 10 ഉണ്ട്. പക്ഷേ മറ്റുള്ള ഏറ്റവും കുറഞ്ഞത് എത്രയുണ്ടാവും? 2 മുതൽ 10 വരെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അടുത്തുള്ള ഒരു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അല്ലേ, അത് കുടുംബശ്രീയുടെ? അതെ. പഞ്ചായത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മുയൽ വളർത്തലിൽ പരിശീലനം നൽകുന്നതിനായി ഒരു പദ്ധതി അയിരൂർ CDS ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ പദ്ധതിയുടെ ദൃശ്യങ്ങളൊന്ന് കാണാം, മടങ്ങിവരാം. നവംബർ മാസത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അമ്മമാർ ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ അയൽക്കൂട്ടം അയിരൂർ CDS ആരംഭിക്കുകയുണ്ടായി. തുടക്കത്തിൽ 14 അമ്മമാരും ഇപ്പോൾ 12 അമ്മമാരും അയൽക്കൂട്ട അംഗങ്ങളായുണ്ട്. സ്പെഷ്യൽ അയൽക്കൂട്ടത്തിന്റെ ഒരു മീറ്റിംഗിൽ സ്കൂൾ പ്രായം കഴിഞ്ഞ ഇത്തരം കുട്ടികളുടെ തുടർ പരിശീലന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടക്കുകയും ആ ചർച്ചയിൽ കൂട്ടായൊരു പദ്ധതി ആരംഭിക്കുന്നതിനായുള്ള നിർദ്ദേശം ഉയർന്നുവരികയുമുണ്ടായി. ഇപ്രകാരമാണ് 2014 മാർച്ച് 26 സ്പെഷ്യൽ അയൽക്കൂട്ട അംഗമായ ശ്രീമതി ലളിത ഫിലിപ്പ് ദീപം തെളിച്ച് റാബിറ്റ് ഫാം സ്വന്തമായി ആരംഭിക്കുന്നത്. ദീപം റാബിറ്റ് ഫാം 8 മുയലുകളിൽ നിന്നാണ് ആരംഭിച്ചത്.
വളർത്തി വലുതാക്കിയ 177 എണ്ണത്തിനെ ഇതിനകം വിറ്റുകഴിഞ്ഞു. മുയൽ വളർത്തലിനെ കുറിച്ച് അറിഞ്ഞ് KVK പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ സെൻസിയുമായി ബന്ധപ്പെട്ട് മുയൽ പരിശീലന ക്ലാസ് ഒരു 3 ദിവസത്തെ കോഴ്സ് ഞങ്ങൾ രണ്ടുപേരും ഞാനും മോളും കൂടെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ മുയൽ വളർത്തൽ ആരംഭിച്ചു. ചെറിയൊരു യൂണിറ്റായിട്ട് 8 മുയലുകൾ ചേർന്ന ഒരു യൂണിറ്റായിട്ട് ഞങ്ങൾ മുയൽ വളർത്തൽ ആരംഭിച്ചു. അതിന് സാമ്പത്തിക സഹായം ബാങ്കുകളിൽ ലോണൊന്നും തരാത്തതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ലോൺ എടുത്താണ് ആരംഭിച്ചത്. എന്നാൽ അയൽക്കൂട്ടത്തിൻ്റെ ധാർമ്മികമായ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഈ മുയൽ വളർത്തൽ തുടങ്ങിയതുകൊണ്ട് അവൾക്ക് മുയലിനെ വളർത്തുന്നില്ല, അതായത് മുയലിന് തീറ്റി കൊടുക്കുക, മുയലിൻ്റെ വെള്ളം കൊടുക്കുക, മുയലിൻ്റെ കൂട് വൃത്തിയാക്കുക, മുയലിൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുക. മുയൽ നല്ല ഓമനത്തുള്ളൊരു ജീവിയാണല്ലോ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ലാളിക്കുക, അവരെ എടുക്കുക തുടങ്ങി വളരെ 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 താല്പര്യത്തോടെ അവൾ അതിനകത്തിൽ എൻഗേജ്ഡ് ആകുകയും കൂടുതൽ സമയം പകലുള്ള സമയങ്ങളിൽ അവൾ അതിനകത്തിൽ വളരെ ഭാഗവാക്കായി. കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങി. 84 മുയലുകൾ ഈ ഫാമിലുണ്ട്. കോർപ്പസ് ഫണ്ട് ഇനത്തിൽ 2500 രൂപയുടെ ധനസഹായം ഇവർക്ക് നൽകുകയുണ്ടായി. ഭിന്നശേഷിയുള്ള ഈ കുരുന്നുകൾക്ക് ദീപം റാബിറ്റ് ഫാം നൽകുന്നത് പ്രത്യാശയുടെയും കരുതലിന്റെയും നിറദീപമാണ്. ഈ ദീപം കെടാതിരിക്കട്ടെ. ഈ ഫാം നമ്മുടെ അമ്മയുടെ വീട്ടിൽ തന്നെയാണോ അതോ പ്രത്യേകിച്ച് ഒരു പഴയ എരുത്തില് ഒഴിഞ്ഞു കിടന്നത് മോഡിഫൈ ചെയ്താണ് മുയൽ ഫാം മാറ്റിയത്. നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഞങ്ങളുടെ അയൽക്കൂട്ടത്തില് 18 വയസ്സിൽ കൂടുതലുള്ള 7 കുട്ടികളുണ്ട്. അവർക്ക് പ്രത്യേകമായി യാതൊരു ജോലിയും ചെയ്യാനില്ല, വെറുതെ ഇതിലായിട്ട് അവരുടെ സമയം കളയുന്നു. മാത്രമല്ല വീടിന്റെ ഉൾഭാഗത്തേക്ക് അവര് സ്വയം അങ്ങ് ഒതുങ്ങിക്കൂടുന്ന ഒരു ശീലമാണ്. ഒരു വീട്ടിലൊരു അംഗവൈകല്യമുള്ള പ്രത്യേകിച്ചും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ വൈകല്യം ആ കുട്ടിക്ക് മാത്രമല്ല വീട്ടിലെ മുഴുവൻ പേർക്കും ബാധിക്കും, പ്രത്യേകിച്ചും അമ്മമാർക്ക്. അതുകൊണ്ട് അമ്മമാരും വളരെ നിരാശയിലും പ്രതീക്ഷയില്ലാതെയും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്പെഷ്യൽ കുടുംബശ്രീ ഞങ്ങളുടെ അയിരൂർ പഞ്ചായത്തിൽ CDSന്റെ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആരംഭിച്ചത്. 2 സ്പെഷ്യൽ കുടുംബശ്രീ ഉണ്ട്, പല വാർഡുകളിലെ ക്ലബ് ചെയ്ത്. ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ 3 വാർഡുകളിലെ ഉൾപ്പെടെ 14 കുടുംബങ്ങളിൽ നിന്നുള്ള അമ്മമാരാണ് പങ്കെടുക്കുന്നത്. ഈ കുട്ടികളെല്ലാം മിക്കവാറും എല്ലാ ദിവസവും തന്നെ രാവിലെ എത്തും. അങ്ങനെയല്ല പരിശീലനം, ഇവരെ പരിശീലിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അവരുടെ ഒരു മൂഡ് അനുസരിച്ച് അവരുടെ വീട്ടിലെ ആരുടെയെങ്കിലും സഹായത്തോടെ അവർ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഈ ഫാമിൽ മുയലുമായിട്ട് ഇടപെടാനുള്ള അവസരം കൊടുക്കും. അങ്ങനെ അവർ പരിശീലിക്കാന്ന് പറയുമ്പോൾ നമ്മളൊരു 10 ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു കണക്കിലൊരു 10 ആക്ടിവിറ്റീസ്, അതായത് ഇവയ്ക്ക് വെള്ളം കൊടുക്കുക, പിന്നെ തീറ്റ ഇട്ട് കൊടുക്കുക, തീറ്റപാത്രം വൃത്തിയാക്കുക, വെള്ളപ്പാത്രം വൃത്തിയാക്കുക, കൂട് വൃത്തിയാക്കുക, മുയലിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെ 10 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ഏറ്റവും മാനുഷിക അധ്വാനം ഏറ്റവും കുറയ്ക്കത്തക്ക വിധത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഫാമാണ്. കൗതുകമുള്ളൊരു ജീവി എന്നുള്ള നിലക്ക് മുയലിനെ വളർത്തുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ ആഹ്ലാദം അല്ലെങ്കിൽ മാനസികമായ സന്തോഷം നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷെ അതോടൊപ്പം ഇവരുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യക്തിത്വ വികസനത്തിനോ വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം ഈ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ അയൽക്കൂട്ടമായിട്ട് കൂടുമ്പോൾ ഈ കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ അമ്മമാർക്കും വളരെ പ്രചോദനം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ ആരാ കൊടുക്കുന്നത്? കൗൺസിലേഴ്സിനെ എന്റെ ഹസ്ബൻഡ് ഇതുപോലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഒരു ദേശീയ സംഘടനയെ പേരന്റ്സ് അസോസിയേഷൻ ദേശീയ ഘടന പരിവാറിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പരിവാറിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അവിടെ കൗൺസിലിംഗ് മേഖലയിലുള്ളവരെയും അതുപോലെ ക്ലാസ് എടുക്കാൻ കഴിയുന്നവരെയും വിളിച്ചു വരുത്തി ഞങ്ങൾ ഇടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അമ്മമാർക്കും ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ അമ്മമാർ മാത്രമല്ല പുരുഷന്മാരും പങ്കെടുക്കും. കാരണം കുടുംബമായിട്ടാണല്ലോ ഇവരെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാരുൾപ്പെടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലാസ് എടുക്കുകയും വളരെയധികം പ്രയോജനം, വളരെ പ്രത്യക്ഷത്തിൽ അതിന്റെ പ്രയോജനം അനുഭവിക്കുന്നതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ 7 കുട്ടികളിൽ ഒരു കുട്ടി ഏതാണ്ട് 80% റിട്ടയർഡാണ്, മെന്റൽ റിട്ടയർഡാണ്. എന്നാൽ ബാക്കി ഒരു കുട്ടി ഇപ്പോൾ ചെണ്ട പഠിക്കാൻ, കഥകളി ഗ്രാമമാണല്ലോ, കഥകളി അവിടെ അവിടെ പരിശീലന കേന്ദ്രത്തിൽ ചെണ്ട പഠിക്കാൻ പോകുന്നുണ്ട്. ഒരു കുട്ടി ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊക്കെ സന്തോഷം. ഇന്ന് എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ ഒരാൾ SLC പരീക്ഷ പാസ്സായി. ആ 15 വയസ്സുള്ള ബാലൻ അവന് സ്വന്തമായിട്ട് വാഴ
ചേന, കാച്ചിൽ ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു 2000 രൂപ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പാസ്സാവാനുള്ള അത്രയും ആ ഒരു കഴിവുണ്ടെങ്കിൽ അവന് പിന്നെ എന്താണ് പ്രശ്നം? സ്ക്രൈബിനെ വെച്ചാണ് പരീക്ഷ എഴുതിക്കുന്നത്. മെന്റൽ റിട്ടാർഡേഷനുള്ള കുട്ടിക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതാനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചോദിച്ചാൽ ഉത്തരം പറയും. ചോദിച്ചാൽ ഉത്തരം വ്യക്തമായിട്ട് പറയും. കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവർക്ക് എഴുതാനും കൂടുതൽ സമയം കൊടുത്താൽ പോലും അവർക്ക് എഴുതാനും, എന്റെ മകൾക്കോ തന്നെയാണ് പ്രശ്നം. എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ, പക്ഷെ കാര്യങ്ങളെല്ലാം അറിയാം. മുയൽ വളർത്തൽ സംബന്ധം എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. മകളും പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ സ്കൂളിലാണ് 10 വർഷം പഠിച്ചത്. നോർമൽ സ്കൂളിൽ. എന്റെ പേര് മനീഷ. നല്ല പിടിക്ക് കേട്ടോ. കണ്ടു. ഇഷ്ടമാണോ മുയൽ വളർത്താൻ? മുയലുകളെ വളർത്താൻ ഇഷ്ടമാണോ? ആണ്. മുയലിനെ ഞാൻ വളർത്തുന്നതിനൊപ്പം അതിന് തീറ്റി കൊടുക്കുകയും അതിന്റെ വെള്ളം കുടിക്കുകയും അതിന് കൊടുക്കുകയും ചെയ്യുന്നു. മോള് വിളിച്ചാലും മുയലൊക്കെ അടുത്ത് വരുമോ? വിളിച്ചാൽ പേര് വിളിക്കുമ്പോ പേരുണ്ടോ? എല്ലാ മുയലും പേരിട്ടുണ്ടോ? ഉണ്ട്. കൊള്ളാം. പറയട്ടെ. മിട്ടു, കിട്ടു, മിട്ടു, കിട്ടു, തനിയ. ഇങ്ങനെ പഞ്ചായത്തിലാകെ ഭിന്നശേഷിയുള്ള കുട്ടികളും അല്ലാത്തവരുമായിട്ട് എത്ര പേരുണ്ടെന്ന് അറിയാനായിട്ട് വല്ല ശ്രമം നടത്തിയിട്ടുണ്ടോ? സർവേയോ? ഗ്രാമസഭകളെ വിളിച്ചു കൂട്ടുന്നുണ്ട് ഭിന്നശേഷിയുള്ളവരുടെ. അങ്ങനെയാണ് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പ്രോജക്റ്റിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗ് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടി അടക്കമുള്ളവർക്കെല്ലാം വളരെ താല്പര്യമുള്ളതായതുകൊണ്ട് അത് നമ്മൾ സബ്സിഡി ഇനത്തിൽ തന്നെ കൊടുക്കാൻ ഉള്ള ക്രമീകരണം. ഇതിപ്പോ അവരുടെ അയൽക്കൂട്ടത്തിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പഞ്ചായത്ത് മുഴുവനായിട്ട് ഈ കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരാനോ അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് വല്ല പരിശീലനമോ പഠിപ്പോ ബഡ് സ്കൂൾ മാതിരിയുള്ള വല്ല പദ്ധതികൾ ഇട്ടിട്ടുണ്ടോ? അതിന് കുടുംബശ്രീയുമായിട്ട് ചേർന്ന് വല്ലതും നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ബഡ് സ്കൂളിൽ നമ്മളെല്ലാം ഇപ്പൊ ഒരു പുതിയ കെട്ടിടം നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ 40 സെന്റ് സ്ഥലം അവിടെ ഉണ്ട്. അത് സർക്കാരിൽ കൊടുത്ത് അത് നമുക്കിപ്പോ വിട്ടുകിട്ടിയിട്ടുണ്ട്. അവിടെ ബഡ് സ്കൂൾ പണിയുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഇപ്പം മാറ്റിവെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അത് ഫംഗ്ഷൻ പ്രവർത്തനം ആരംഭിക്കാനുള്ള. എത്ര കുട്ടികളുണ്ടെന്ന് അറിയാമോ? 85 പറഞ്ഞാൽ നല്ലൊരു സംഖ്യയാണ്. കാരണം അവരെ മറ്റു കുട്ടികളെമാരി അങ്ങനെ പഠിപ്പിക്കാൻ എളുപ്പമല്ലല്ലോ. അപ്പൊ അതിന് ടീച്ചർമാർ വേണം. ഇതുമാതിരിയുള്ള പദ്ധതിയൊക്കെ ഇട്ടപ്പോ കുടുംബശ്രീയായിട്ടും സ്കൂളിൽ പോകുന്നുണ്ട്. അല്ലാത്ത സ്കൂളുകളിൽ പോകുന്നവരും ഉണ്ട്. അല്ല ഇതിപ്പോ അവര് ശ്രീമതി ലളിത ഫിലിപ്പിന്റെ അവരുടെ സ്വന്തം ഫാമാണത്. അതിപ്പോ അവര് കുടുംബശ്രീയായി ചേർന്ന് അയൽക്കൂട്ടമായി ചേർന്ന് അതിനെ ആ സൗകര്യത്തെ മറ്റു കുട്ടികൾക്ക് കൂടി പരിശീലനത്തിനും അല്ലേ അവരുടെ ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറായിരിക്കുന്നു. അത് അവരുടെ നല്ല മനസ്സ്. ഇത് കുടുംബശ്രീയുടെ സഹകരണത്തോടെ കുടുംബശ്രീയിൽ ആലോചിച്ച് കുടുംബശ്രീ തുടങ്ങിയതിനു ശേഷം അവിടെ ആലോചിച്ച് ചർച്ച ചെയ്ത് അവിടെ നിന്നുള്ള തീരുമാനം അനുസരിച്ചാണ് ഞങ്ങളെ 2 പേരെ മുയൽ പരിശീലനത്തിന് വേണ്ടി വിട്ടത്. അത് എന്റെ വീട്ടിൽ തുടങ്ങാനുള്ളൊരു കാരണം എന്റെ വീട്ടിൽ അതിനെ തൊഴിഞ്ഞു കിടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ഈ ഇതിന്റെ ഇനീഷ്യൽ എക്സ്പെൻസ് ഒരു 30,000 രൂപ ആവശ്യമുണ്ടായിരുന്നു. അത് കുടുംബശ്രീയിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ പിരിച്ചെടുത്ത് മനീഷയ്ക്ക് വായ്പയായിട്ട് കൊടുത്തു. കാരണം ഞങ്ങൾ കുടുംബശ്രീ തുടങ്ങിയതേ ഉണ്ടായിരുന്നു, 3 മാസമേ ആയതുള്ളായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേറെ ആന്തരിക വായ്പകളോ മറ്റു വായ്പകളോ കിട്ടാൻ പറ്റത്തില്ലായിരുന്നു. അതെ, ഈ മുയൽക്കൂട് ഉണ്ടാക്കുന്നതും ഇതിനകത്തിന്റെ വിൽപ്പനയ്ക്കും എല്ലാം കുടുംബശ്രീയിലെ അംഗങ്ങളും പിന്നെ പുരുഷന്മാർ പ്രത്യേകിച്ചും അതുപോലെ തന്നെ KVK ഹാച്ചറി ചെങ്ങന്നൂർ ഹാച്ചറി ഇവിടെ നിന്നുള്ള റെഫറൻസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വിൽപ്പന വളരെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു മാസം ഇപ്പോൾ സകല ചെലവും കഴിഞ്ഞ് 6,000 മുതൽ 8,000 രൂപ വരെ ഇതിനകത്ത് നിന്ന് വരുമാനമുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഈ വരുമാനം കിട്ടുന്ന രൂപ അതുപോലെ തന്നെ അവരുടെ കയ്യിൽ കൊടുക്കും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അയൽക്കൂട്ടങ്ങളുടെ എല്ലാം പൈസ തിരിച്ചു കൊടുത്തു. ഇനി ഞങ്ങൾ സാറ്റലൈറ്റ് യൂണിറ്റുകൾ ഇതുപോലെ അല്പം 3 കുട്ടികൾ പരിശീലിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സാറ്റലൈറ്റ് യൂണിറ്റുകൾ ആ വീടുകളിൽ തുടങ്ങാനുള്ള ക്രമം അവർ 3 പേര് പരിശീലിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 10 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൊരു 3 ആക്ടിവിറ്റീസ് ഈ കുട്ടികൾ സ്വയമായി ചെയ്യുമ്പോൾ ഇവർക്ക് പരിശീലനം എന്ന് പറഞ്ഞാൽ ആവർത്തനിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇവർ വളരെ ഭംഗിയായി ചെയ്യും. സാധാരണ കുട്ടികളെക്കാൾ ഭംഗിയായും കൃത്യമായും ആവർത്തിച്ചുള്ള ജോലികൾ അവർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താ സമയം ഞങ്ങളുടെ ഫാമിലിയെ പോലെ റെക്കോർഡ് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ പിന്നെ മീറ്റിംഗിന്റെ കാര്യത്തിലോ രോഗങ്ങൾ വന്നാൽ അത് ഇവള് പക്ഷേ ഏറെക്കുറെ ഐഡന്റിഫൈ ചെയ്യും. അല്ലാതെ അത് പരിശീലനം കൊണ്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന്റെ ഒരുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വീട്ടിലുള്ളവരുടെ ശ്രദ്ധ വേണം.
സഹായം വേണം. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും മുയൽ പരിശീലന കോഴ്സ് അറ്റൻഡ് ചെയ്ത് എല്ലാവരും ഇതിനകത്ത് പരിശീലനം നേടിയവരാണ്. എന്റെ ഹസ്ബൻഡ്, എന്റെ മോന്, എല്ലാവരും. ഇതിന് വല്ല സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. KVK എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനും പുറമെ ഞങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി കൃഷി, ഗ്രോ ബാഗ് കൃഷി, പിന്നെ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിച്ച്, അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ മാത്രമല്ല കുട്ടികളുടെ അമ്മമാരും എല്ലാവരും ഇപ്പം വളരെ പ്രതീക്ഷയോടും ഹോപ്പ്ഫുള്ളായിരുന്നു. കാരണം ഇവർക്കിപ്പോ വരുമാനം ഒരു പേഴ്സണകത്ത് കൈകാര്യം ചെയ്ത് ഇവർ സാമ്പത്തികമായി പൈസ കൈകാര്യം ചെയ്യാൻ മൂല്യം അറിയത്തില്ലെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഈ പൈസ കൈകാര്യം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് എനിക്ക് വളരെ പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞൊരു ദിവസം എനിക്ക് പെട്ടെന്നൊരു തലവേദനയും ഛർദിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മോള് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ആവശ്യമായ ചികിത്സ ചെയ്യണം, പൈസ എന്റെ കയ്യിലുണ്ട്, ഞാൻ മുയൽ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്, എന്റെ കുഞ്ഞ് എന്നെ ആശുപത്രി കൊണ്ടുപോയി അത്യാവശ്യമായിട്ടും ഡോക്ടറെ എന്റെ അമ്മയ്ക്ക് ചികിത്സ കൊടുക്കണം, എന്റെ പൈസ, എന്റെ അന്നേരം പൈസ ഇല്ലായിരുന്നു. അങ്ങനെ എന്നെ സഹായിച്ചു. ഇതൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യമാണ്. എന്റെ കുഞ്ഞൊരു 10 പൈസ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് അവള് ഒരു 6000-8000 രൂപ ഉണ്ടാക്കുന്നു എന്നുള്ള സകല ചെലവും കഴിഞ്ഞു ഉണ്ടാക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായ ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കാനുള്ളത്. ഇതുപോലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളെ നമ്മൾ മാറ്റി നിർത്തേണ്ട, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരുടെ അമ്മമാരും വീട്ടിലുള്ളവരും സഹകരിച്ച് അവർക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള എന്തെങ്കിലും കൃഷി മൃഗ സംരക്ഷണ വകുപ്പുകളിലെ സഹകരണത്തോടെ പഞ്ചായത്തിന്റെ, എനിക്കിനി ഒരു റിക്വസ്റ്റ് ഉള്ളത്, പഞ്ചായത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ, ഞങ്ങൾക്കിപ്പോൾ സാറ്റലൈറ്റ് യൂണിറ്റ് ചെറിയൊരു തുകയാണെന്ന് പറഞ്ഞാൽ പോലും അത് എടുക്കാൻ പലർക്കും കാണത്തില്ല. അതുകൊണ്ട് ഫണ്ടുകൾ ലഭ്യമാകത്തക്ക വിധത്തിൽ പദ്ധതികൾ ഞങ്ങളുടെ പഞ്ചായത്ത് സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത വർഷം പദ്ധതി ഇട്ട് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സഹായം കൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കണമെന്നൊരു റിക്വസ്റ്റ് കൂടെ എനിക്കുണ്ട്. അപ്പൊ ചെയർപേഴ്സൺ, ഇനിയിപ്പോ മൂന്നാമത്തെ ഒരു വീഡിയോ ഉള്ളത് സോപ്പ് നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചാണ്. അതുകൂടി കാണാം. അയിരൂർ CDS നടത്തിവരുന്ന സോപ്പ് നിർമ്മാണ യൂണിറ്റിന്റെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുൻപിലെത്തിയിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് കാണാം. കഠിനാധ്വാനവും ആത്മസമർപ്പണവും ഒപ്പം കുടുംബശ്രീയുടെ സഹായഹസ്തങ്ങളും ഒരുമിച്ചപ്പോൾ കമ്പനി ഉൽപ്പന്നങ്ങളെ വെല്ലുന്ന തരത്തിലേക്ക് ഒരു ചെറിയ സംരംഭത്തെ മാറ്റിയെടുത്ത കഥയാണ് PKS സോപ്പ് വർക്ക് യൂണിറ്റിന് പറയാനുള്ളത്. PKS സോപ്പ് വർക്ക് ഒരു വ്യക്തിഗത യൂണിറ്റാണ്. ഷേർലി സൈമണും ഭർത്താവും ഒരുമിച്ച് നടത്തുന്ന യൂണിറ്റ്. സോപ്പുൽപ്പന്നങ്ങളും ക്ലീനിംഗ് പൗഡറുകളും നിർമ്മിച്ച് മാർക്കറ്റിലെത്തിക്കുന്നു. പെൺമ കുളിക്കാനുള്ള സോപ്പ്, പെൺമ അലക്ക് സോപ്പ്, നിർമ്മൽ വാഷിംഗ് സോപ്പ്, ഐഡിയ വാഷിംഗ് സോപ്പ് തുടങ്ങിയവ ഇവർ മാർക്കറ്റിലിറക്കിയ പ്രധാന സോപ്പ് ഉൽപ്പന്നങ്ങളാണ്. കൂടാതെ പുതുതായി ഒരു ഗ്ലിസറിൻ സോപ്പും ഇവർ മാർക്കറ്റിലിറക്കിയിട്ടുണ്ട്. തൊട്ട് ഞങ്ങൾ കുടുംബശ്രീ കൂടുന്നു. 2012 ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. ഞങ്ങൾ ലോണ് ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് കിട്ടി. ഞങ്ങൾ കുടുംബശ്രീ കൂടി നല്ല ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് സോപ്പ് വിപണനയിൽ പോകാനൊക്കെ ഞങ്ങൾ കുടുംബശ്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അതിൽ ഞങ്ങൾ ഈ പൈസ കൊണ്ടാണ് കണ്ടെത്തുന്നത്. ഇതിൽ 5 പേർക്കും കൂടെ ഗ്രൂപ്പായിട്ട് ഒന്നിച്ചാണ് ഞങ്ങൾ ഇതിന്റെ ലാഭവിഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബശ്രീയിൽ നിന്ന് ആന്തരിക വായ്പയും ഇലന്തൂർ ഖാദി ബോർഡിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ വായ്പയും ഇവർക്ക് സാമ്പത്തിക സഹായമായി ലഭിച്ചിട്ടുണ്ട്. ഓർഡറുകൾ കൂടുതൽ ലഭിക്കുന്ന സമയത്ത് കുടുംബശ്രീ വനിതകളെ ഇവർ സഹായത്തിന് വിളിക്കാറുണ്ട്. പ്രധാന സഹായിയായ ഉഷയ്ക്ക്
ദിവസം 250 രൂപയോളം വരുമാനം ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. കുടുംബശ്രീ രൂപീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരാളുടെ മാത്രം വരുമാനത്തിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് 10 രൂപ എടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് പൈസ കൈകാര്യം ചെയ്യാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ലായിരുന്നു. ആ ഒരവസ്ഥ മാറിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് സ്വന്തമായിട്ട് 10 രൂപ 100 രൂപ എത്ര രൂപ വേണമെന്ന് വെച്ചിരുന്നാലും നമുക്ക് കുടുംബശ്രീ മുഖാന്തരം ലോൺ എടുക്കാൻ കഴിയുന്നു. അത് തിരിച്ചടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് രൂപ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ സ്വയമേ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞിരുന്നാൽ ഒരാളുടെ വരുമാനത്തിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നേറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മികച്ച ഗുണനിലവാരവും മിതമായ വിലയും PKS ഗ്രൂപ്പിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇതിനോടകം പേരും പ്രശസ്തിയും നേടിക്കൊടുത്തു കഴിഞ്ഞു. നിരവധി മേളകളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നുവരുന്നു. കൂടാതെ പ്രാദേശിക മാർക്കറ്റുകളിലും വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലും ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നുമുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ് ആദ്യം തുടങ്ങിയത്. കുടുംബശ്രീയും തന്നെയാണ് ലോൺ ആദ്യം എടുത്തത്. 10,000 രൂപ വാങ്ങിച്ച് ഞങ്ങളിതിൻ്റെ കെമിക്കൽ സാധനങ്ങളും അതിൻ്റെ എണ്ണകളും വാങ്ങിച്ച് ചെറിയ തോതിൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു സംരംഭം നമുക്ക് അത് നല്ലതായിട്ട് പോകാമല്ലോ. അപ്പം കുറച്ച് അയൽക്കൂട്ടം കുടുംബശ്രീക്കാരും വന്ന് ചോദിച്ച് വാങ്ങിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഞങ്ങൾ അതിൻ്റെ മിഷനറി സാധനങ്ങളൊക്കെ വേണം. ആദ്യമേ ചെറിയ പാത്രങ്ങളിലാണ് ആദ്യമൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കണക്ക് കൂട്ടിയും വെച്ച് പലരോട് ആലോചിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു കണക്ക് കൂട്ടിയും വെച്ച് അങ്ങനെ മിഷനറി സാധനങ്ങളെ അന്വേഷിച്ച് അത് കണ്ടെത്തി ഞങ്ങൾ ലോൺ അപേക്ഷിച്ചു. ഞങ്ങൾ ഖാദി ബോർഡിൻ്റെ എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയിൽ കൂടി ഞങ്ങൾക്ക് ചെറുകോൽപ്പുഴ IOB ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ചു വന്നു. 1 ലക്ഷം രൂപ ആദ്യം കിട്ടി. ആ 1 ലക്ഷം രൂപയിൽ നിന്ന് ഞങ്ങൾ സാധനം എല്ലാം എടുത്തു കഴിഞ്ഞപ്പം ഞങ്ങളുടെ പൈസ ഇല്ലാതായി. അപ്പം ഇത് എങ്ങനെയും വിറ്റ് കെട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ സാധനം 8 വീപ്പ എണ്ണയും അതിൻ്റെ സോഡിയം സിലിക്കേറ്റും കൂടെ ഇറക്കി അത് അതിൻ്റെ കെമിക്കൽ സാധനം പൊടികൾ കാസ്റ്റിക് സോഡ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ഇറക്കിയപ്പോൾ ഒരു 1 ലക്ഷം രൂപയും മേളിലായി. ഈ മിഷനറി സാധനം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് എടുത്തത്. 1.25 ലക്ഷം രൂപ മിഷനറി സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. പ്രത്യേക ഒരു മുറി അതിനെടുത്ത് ആദ്യം പേരയ്ക്കകത്ത് വീട്ടിൽ തന്നെയായിരുന്നു. അത് പറ്റത്തില്ല എന്ന് ബാങ്കുകാർ വന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു മുറി വീടിനോട് ചേർത്ത് പണിത് അതിനു വേണ്ടിയിട്ട് നല്ലൊരു സംരംഭമായിട്ട് കൊണ്ടുപോകുന്നു. അത് ഞങ്ങൾ കുടുംബശ്രീയുടെ ചന്തയുണ്ട്, ഓണത്തിനുള്ള ചന്തയുണ്ട്, ക്രിസ്മസ്, അങ്ങനെ വിവിധ ഇതിലുള്ള ചന്തകളിൽ വരുമ്പോഴും കുടുംബശ്രീ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചോദിച്ച് വാങ്ങിച്ച് ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളും പഞ്ചായത്തും കൂടെ അത് വിറ്റ് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ മോന് സിവിൽ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അവർക്ക് പൈസ കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് ഫീസ് വേണം. വണ്ടിക്ക് ഇവിടെ അടൂരാണ് പഠിക്കുന്നത്, പോയി വരണം. അതിനൊക്കെ ഞങ്ങൾക്ക് പൈസ ആവശ്യം വരുമ്പം ഇതിൽ നിന്നെടുത്ത് പെട്ടെന്ന് ചെയ്യണം. ഹസ്ബൻഡ് തയ്യൽ ആവശ്യം അധികം നേരം ഇരുന്ന് ചെയ്യാൻ സുഖമില്ലാതിരിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഞങ്ങൾക്കിത് ഒരു പ്രയോജനമാണ്. ഞങ്ങൾ കുടുംബശ്രീയാണ് ഞങ്ങളെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നു. ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ അടച്ചുകൊണ്ടിരിക്കുക, തീർന്നില്ല. എല്ലാ മാസവും കറക്റ്റായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പേരുകൾ പെൺമ, നിർമ്മൽ, മനോഹരമായ പേരുകളാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാ? നമ്മുടെ ചെറുകോൽപ്പുഴ മറ്റേ മഹോത്സവം നടക്കുന്ന സമയത്ത് കൊടുത്തു. അവിടെ സ്റ്റാളുണ്ടായിരുന്നു. സ്റ്റാളുണ്ട്. ആളുകൾ ഞങ്ങൾക്ക് നല്ലൊരു വിപണനം അവിടെ നടക്കുന്നുണ്ട്. മാരാമണ്ണ് കൺവെൻഷനും നല്ലൊരു വിപണനം നടന്നു. അതുപോലെ ഖാദി ബോർഡിൽ അവിടെ ഒരു മേളയുണ്ടായിരുന്നു 5 ദിവസത്തെ. അവിടുന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സഹിതം നല്ലൊരു സംഖ്യ അവിടെ കിട്ടാൻ ഇടയായി. സാധനങ്ങളൊക്കെ കൊണ്ടുപോയ സാധനം തിരിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവരാനിടയില്ലായിരുന്നു, കൊടുക്കാനും ഇല്ലാതായിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതിന്റെ മെഷീനറി എല്ലാം കിടപ്പുണ്ട്. സാധനം ഈ സോപ്പിന്റെ സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ പൈസ ഞങ്ങൾ തീർന്നു പോയത്. 2 ചെയർപേഴ്സൺമാരുണ്ട്. അവർ 2 പേരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ഭാഗത്ത് സ്ത്രീകളുടെ സംരംഭങ്ങളൊക്കെ എങ്ങനെ നടത്തുന്നു? നിങ്ങൾ അയൽക്കൂട്ടം കൂട്ടായ്മയായിട്ട് പല സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നതിന് പല കാര്യങ്ങളും ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് മാത്രമല്ല, എല്ലാ ഗ്രൂപ്പുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾക്കും അവർ അനുഭവിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും
പരിഹാരം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ചിട്ടുള്ളതാണ് ജെൻഡർ കോർണർ. ഇവിടെ ലഭിക്കുന്ന പരാതികൾ CDSന്റെ 5-അംഗ സമിതി ചർച്ച ചെയ്യുകയും പരിഹരിക്കാൻ കഴിയാത്തവ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. അതായത് ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു സ്ത്രീകളുടെ ശാക്തീകരണം കൊണ്ട്. അതേസമയത്ത് അവരിപ്പോഴും ഒരുപാട് പീഡനങ്ങളും മറ്റു പ്രശ്നങ്ങളും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളാണ് അവർ? ഭർത്താക്കന്മാർ മദ്യപാന്മാരായ കുറെ സ്ത്രീകളുണ്ട്. പിന്നെ കുടുംബത്തിൽ പ്രശ്നമുള്ള കുറെ സ്ത്രീകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഒരു ദിവസം CDS കൂടിക്കൊണ്ടിരുന്നെ 13-ാം വാർഡിലെ CDS അംഗം പറഞ്ഞു, ഈ അടുത്ത വീട്ടിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്, ഭാര്യയും ഭർത്താവും കൂടാണ്, ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ CDS കൂടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടോട്ട് പോവുകയും അവിടെ ചെന്നപ്പോൾ ആ പുരുഷൻ എൻ്റെ കൂടെ പഠിച്ച ആളായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭാര്യയും മക്കളും അച്ഛനും ഒറ്റക്കെട്ട് ഭയങ്കര മദ്യപാനിയാണ്. അമ്മയെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല. അമ്മ അടുത്തുള്ളൊരു സ്കൂളിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പം ആ സ്ത്രീ തൊഴിലുറപ്പിൽ ചെന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ട് അവിടെ ചെന്നപ്പോൾ ആദ്യം ഇവൻ ഒത്തിരി എതിർത്തെങ്കിലും ഞങ്ങളിതെല്ലാം പറഞ്ഞ് കാര്യം മനസ്സിലാക്കിയപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനം, കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്ന ഉടനെ ഫോണിന്റെ ശല്യങ്ങള്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ, അത് നമ്മൾ ഇത് ക്രൈം മാപ്പിംഗ് നടത്തിയുണ്ടായി. അന്നേരം നമുക്ക് കുറെ അധികം പ്രശ്നങ്ങൾ കിട്ടുകയുണ്ടായി. ഫോണിലുള്ള അശ്ലീലമായ ഫോൺ വിളികള്, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അതെല്ലാം നമ്മൾ ഇവിടെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പിണക്കം, ഇതെല്ലാം നമ്മൾ ജാഗ്രതാ സമിതിയിൽ പ്രത്യേകം അപ്പൊ 2 കൂട്ടരെ നമ്മൾ വിളിച്ചു വരുത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്ന ഒരു മദ്യരഹിത പഞ്ചായത്തായിട്ട് അതിനെ മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഷാപ്പുകൾ അടപ്പിച്ചു നിങ്ങൾ. അതുപോലെ കവറുകളിൽ മദ്യം വഴിയോരങ്ങളിൽ വിതരണം ചെയ്തിരുന്നത് നിലയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അതൊക്കെ വലിയ കാര്യങ്ങളല്ലേ തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും മദ്യപാനത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടെടുത്തിട്ട് ഈ പുരുഷന്മാർ കുറെയൊക്കെ നന്നായിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലെ ജെൻഡർ കോർണറിൽ കൂടെ ഞങ്ങൾ ഒരുപാട് കേസുകൾ തീർക്കുന്നുണ്ട്. എല്ലാ മാസവും 28-ാം തീയതി ജാഗ്രതാ സമിതി കൂടുന്നു. ജാഗ്രതാ സമിതിയിൽ നമ്മൾ ഈ കേസുകൾ എടുത്തിട്ട് ആ കേസുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആ കേസുകൾ പോലീസ് കോൺസ്റ്റബിൾ എല്ലാം കാണും. ഞങ്ങൾ ആ കേസുകൾ അവിടെ തീർക്കും. 2 കൂട്ടരെ വിളിച്ച് ശരിയായ രീതിയിൽ ആ കേസുകൾ തീർക്കാത്തതുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിടാനുള്ള പദ്ധതി നോക്കും. എന്നാലേ അടുത്തിടെ എന്തുമാതിരി കേസുകളാണ് അവിടെ വരുന്നത്? അതിർത്തി തർക്കം, 2 കൂട്ടർ തമ്മിൽ. ഇപ്പൊ കുടുംബശ്രീ വന്നതോടുകൂടി ഏത് പരാതികളും കുടുംബശ്രീയിൽ ചെയ്താൽ ഞങ്ങൾക്ക് സന്തോഷമാകുമെന്നുള്ള സ്ത്രീകളുടെ ഇടയിൽ ഒരു ഉണ്ട്. കുടുംബശ്രീ വന്നതോടുകൂടി. ചേച്ചി, അതിർത്തി തർക്കം സ്ത്രീകൾ തമ്മിലാണോ? ചിലപ്പോൾ സ്ത്രീകൾ തമ്മിലായിരിക്കും, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലായിരിക്കാം. അത് അങ്ങനെയുള്ള വേസ്റ്റ് കൊണ്ടിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ സ്കൂളിൽ പോകാൻ നേരം ഷാളിന് വലിക്കുക. അപ്പോൾ അവരൊന്നും പ്രതികരിക്കില്ല. അവരിത് ഞങ്ങളുടെ ജനറൽ കോർണറിൽ കൊണ്ടുവന്ന് പരാതി എഴുതിയിടും. പരാതി എഴുതിയിട്ട് ഞങ്ങൾ ജാഗ്രതാ സമിതി കൂട്ടിയിട്ട് ഈ പ്രസിഡന്റും അതുപോലെ തന്നെ അതിൽ ബന്ധപ്പെട്ട ആൾക്കാരും SIയും പോലീസും എല്ലാം കാണും. അവിടെ ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കും. തീർപ്പ് കൽപ്പിക്കാത്തതുണ്ടെങ്കിൽ അവർ അടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? സ്റ്റേഷനിലോട്ട് വിടാനുള്ള തീരുമാനം ഉണ്ടാകും. അപ്പം തന്നെ അവർ വന്ന് പറയും, വേണ്ട, ഞങ്ങളിവിടെ തീർത്തുകൊള്ളാം. അങ്ങനെ ഈ ജാഗ്രതാ സമിതിയിൽ കൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒത്തിരി സമാധാനം, സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാവും. ഒത്തിരി സമാധാനം. തീരാത്ത ഒരു കേസുകൾ പോലും ഞങ്ങൾ വഴിപ്പഴിച്ച് പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട്. അന്ന് 65-70 കേസ് കെട്ടുകളായിരുന്നു വരുന്നത്. ഇപ്പം കുറഞ്ഞു, അതൊക്കെ കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ഷാപ്പിന്റെ കാര്യം സാറ് പറഞ്ഞു, മദ്യ വിൽപ്പന കൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ കുടുംബശ്രീ നല്ല രീതിയിൽ ഞങ്ങൾ കുടുംബശ്രീ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഒരു 10-15-20 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത സ്ഥലമുണ്ട്. ഞങ്ങൾക്കൊക്കെ അവിടെ കൃഷിയുണ്ട്. എൻ്റെ ഭർത്താവിനൊക്കെ കൃഷിയാണ്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പം ഒരു കട പോലൊക്കെ അവിടെ ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ കടയാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പം ഭയങ്കരമായൊരു ഷാപ്പ്. അപ്പൊ ഈ കണ്ടത്തിൽ നിന്നും പണി കഴിഞ്ഞ് കയറി വരുന്നവർക്കൊക്കെ ഭാര്യമാരുണ്ടാക്കുന്ന കപ്പ വേണ്ട, അവിടെ ഇടിച്ചു കൂട്ടുന്ന കപ്പയ്ക്കാണ് രുചി. ഇങ്ങനെ വന്ന് വാക്കോഴമായി പ്രശ്നങ്ങളായി, വീട്ടിൽ പൈസ തരാതായി, ഞങ്ങൾ ചെയർപേഴ്സനെയും പ്രസിഡന്റിനെയും ഒക്കെ കണ്ടിട്ട് വലിയൊരു കൂട്ടായ്മ ഞങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി എല്ലാ സഭക്കാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിന്ന് 90 ദിവസം സമരം ചെയ്തു. എന്നിട്ട് അവർ പോവില്ല.
അച്ഛന്മാരും തിരുമേനുമാരും ഒക്കെ ഇടപെട്ട് വലിയ ഒരു യാത്ര തന്നെ വിളിച്ചു കൂട്ടി, വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ബാലസഭ കുട്ടികൾ വന്ന് വിജയിച്ചു. 91-ാമത്തെ ദിവസം പൊറിഞ്ഞു വിട്ടപ്പോൾ അവർ പറഞ്ഞു ഷാപ്പ് ആരെങ്കിലും വാങ്ങിക്കാൻ വരുവാൻ. അപ്പൊ വെളിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനും കഴിക്കാനും ഞങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ ആൾക്കാര് പൈസ, അതെല്ലാം കുടുംബശ്രീ പ്രവർത്തകര് കൃത്യം 3 മണിയാകുമ്പോൾ ഷാപ്പിന്റെ മുന്നിലുണ്ട് ഒറ്റക്കെട്ടായിട്ട്. ഞങ്ങളുടെ സൂസൻ വെൽപ്പി ഞങ്ങൾക്ക് അതിന് ഭയങ്കര ഒരു മാതൃകയായിരുന്നു. ഒടുവിൽ 91-ാമത്തെ ദിവസം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ വിൽക്കാൻ തയ്യാറായി. അങ്ങനെ അടുത്തുള്ള ഒരാള് ഈ ഷാപ്പ് വാങ്ങി ഞങ്ങൾ സാധനങ്ങൾ പോലും കൊടുത്തില്ല. അവിടെ കുറച്ച് കൊടുത്തു വിട്ടു, ബാക്കി പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ പറക്കി കൊടുത്തു. അങ്ങനെ 91-ാമത്തെ ദിവസം ഞങ്ങൾ ഷാപ്പ് അവിടെ നിന്ന് മാറ്റി. അരൂർ പഞ്ചായത്തിൽ ഇതുവരെയും പിന്നെ ഷാപ്പിന് ലൈസൻസ് കൊടുക്കുകയോ ഷാപ്പോ ഇല്ല. അത് കുടുംബശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് ഇനി വരിക, ആരും വീട്ടിയിരിക്കില്ല. ഒരു കാര്യം അറിഞ്ഞാൽ അവിടെ എല്ലാവരും ഒറ്റ കൈകാര്യം. സോഷ്യൽ പോലീസിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ആക്ടിവിറ്റി ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ. അപ്പൊ ഞങ്ങളൊരു 6 തൊട്ട് 6:30 വരെ കുടുംബശ്രീ മെല്ലെ നടക്കാൻ പോകും, കുറച്ച് സമയത്ത് നടക്കാൻ പോകും. അപ്പൊ ഈയിടെ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ ഒരാളിരുന്ന് പറയുന്നു 6:30 വീട്ടിൽ പോണം, ഇപ്പൊ ഇനി എന്റെ ഭാര്യയ്ക്ക് നടക്കാൻ പോണം. അവൾക്ക് സീരിയലൊന്നും പ്രശ്നമല്ല, അവർക്ക് ഇപ്പൊ കുടുംബശ്രീ എല്ലാം കൂടെ കൂടി അവർ നടക്കുക. അപ്പൊ ഞാൻ അങ്ങ് പോവാ, നീ ഇവിടെ ഇരുന്നു. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകുന്ന സമയത്ത് അപ്പുറത്തുപ്പുറൊന്നും ആൾക്കാരധികം ഇരിക്കുന്നില്ല. എനിക്ക് കുറച്ച് നീ ബാലസഭയെ കുറിച്ചൊന്നുകൂടെ, കാരണം മോള് വന്നിട്ട് മിണ്ടാതിരിക്കുക. അപ്പൊ കൗതുകത്തോടെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ക്രൈം മാപ്പിംഗ്, ബാലസഭ ചെയ്ത ക്രൈം മാപ്പിംഗ് എന്താ? ക്രൈം മാപ്പിങ്ങിനകത്ത് കാണിച്ചത് കുട്ടികൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളാണ് അവിടെ ആദ്യം കാണിച്ചത്. പിന്നെയാണെങ്കിൽ ബസ്സിലെ ഓരോ അവസ്ഥകൾ, പിന്നെയാണെങ്കിൽ പല സ്കൂളുകളിലും ഇപ്പം നല്ല ബാത്റൂമുകളൊന്നുമില്ല. അപ്പം ഇതൊന്നും ഇല്ലാത്ത സ്കൂളുകളിൽ നിന്നും ഇതൊക്കെ ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളാണെങ്കിൽ അത് നല്ലതാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്കൂളുകളിലെ കുട്ടികളോട് ഇത് ചോദിച്ച് മനസ്സിലാക്കുകയും അവരെപ്പറ്റി ഒരു റിപ്പോർട്ട് എഴുതുകയും ചെയ്തിരുന്നു. എന്നിട്ട് ആ റിപ്പോർട്ട് ഭരണ കമ്മിറ്റിക്ക് കൊടുത്തു. അത് അവർ തീർത്തു എന്നാണ്. 10 ദിവസമൊക്കെ ഉണ്ടാക്കിയോ? അല്ലാതെ കുട്ടിക്ക് അറിയാൻ മേലത്തോട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഗ്രാമപഞ്ചായത്തിന്റെ 4 LP സ്കൂളുകളാണ്. അവിടെ ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് അടക്കം ഏറ്റവും സജ്ജമായ ഭൗതിക സാഹചര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാത്റൂം, ഇലക്ട്രിക് കണക്ഷൻ, വാട്ടർ കണക്ഷൻ എല്ലാം നല്ല ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. UP 6 എണ്ണം ഉണ്ട്. ആ 6 സ്കൂൾ, ഞാൻ ആ ഗവൺമെന്റ് സ്കൂളിന്റെ അൺഎയ്ഡഡ് സ്കൂളിന്റെ അല്ല പറഞ്ഞത്. അൺഎയ്ഡഡ് സ്കൂളിന് ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ പക്ഷെങ്കില്ല, അതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും സ്കൂളുകാരെ നമ്മൾ പ്രത്യേകമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്കൂളുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം SSIയും കൂടെ വന്നതിന് ശേഷം അങ്ങനെ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു സ്കൂളും അരൂർ പഞ്ചായത്തിലുണ്ട് എന്ന് ഇല്ലാന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള സ്കൂളുകളിൽ എല്ലാം 3ഉം 4ഉം ടോയ്ലറ്റ് വീതമുണ്ട്. ബാലസഭ വേറെന്തൊക്കെയാ ചെയ്യുന്നത്? കളികളൊക്കെ പിന്നെ വിശേഷ ദിവസങ്ങൾ ആചരിക്കാറുണ്ട്. പിന്നെ 10+2 ഇവരുടെയൊക്കെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് അവാർഡുകൾ കൊടുക്കാറുണ്ട്. പിന്നെയാണെങ്കിൽ ICSE ഒരു അഫിലിയേറ്റഡ് സ്കൂളിലെ ഒരു കുട്ടിക്ക് 99% മാർക്ക് കിട്ടിയതിനാൽ കേന്ദ്രമന്ത്രി നമ്മുടെ സ്മൃതി ഇറാനി നേരിട്ട് കത്തയച്ച് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമായി ഈ കുട്ടിക്ക് അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു. അമ്മ കുടുംബശ്രീ മെമ്പറാണോ? അമ്മ കുടുംബശ്രീ മെമ്പർ. ഇന്ന് വന്നോ? ഇല്ല. ഞാൻ ചെങ്ങന്നൂർ പ്രദേശത്ത് ജീവിച്ചവടായിരുന്നു. ഒരു ആങ്ങളയുണ്ടായിരുന്നു, അയാള് ഭയങ്കര കള്ളുകുടിയനായിരുന്നു. ഏതായാലും അയാളെന്നെ ഈ എടപ്പാവ് ദേശത്ത് കൊണ്ടുവന്നു. ഒരു മാർഗവുമില്ല. ഞാൻ വീട്ടുവേല ചെയ്ത് ശകലം പൈസ ഉണ്ടാക്കി ഒരു ശകലം സ്ഥലം മേടിച്ചിട്ട് ഒരു കൊട്ടിൽ വെക്കാൻ പോലും യാതൊരു മാർഗവുമില്ല. എൻ്റെ അമ്മയും അച്ഛനും ചെറുപ്പത്തിലെ മരിച്ചു പോയായിരുന്നു. പിന്നെ നാട്ടിലെ കൊച്ചുങ്ങളെല്ലാം കൂടെ കൂടി ഒരു ഷെഡ് അവിടെ വെച്ച് തന്നു. ആ ഷെഡിനകത്ത്
കിടക്കാനും ഇരിക്കാനും ഒന്നും സൗകര്യമില്ല. ഈ ആങ്ങളെയാണെങ്കിൽ ഒന്നും അന്വേഷിക്കുകയില്ല, നോക്കുകയില്ല. ഞാൻ വളരെ കഷ്ടക്കാരിയായി. ഒടുവിൽ നമ്മുടെ ഈ അയൽക്കൂട്ടം കൂടി എല്ലാവരും കൂടെ ഒരു സംഘടന ഉണ്ടാക്കി അവരെ ഉപകരിക്കണമെന്നും പറഞ്ഞു. ഒടുവിൽ ശകരിച്ച അരി ഇംഗ്ലീഷ് ഞാൻ സംഘടിച്ചു. എല്ലാവരും 4 അരി വീതം ആഴ്ചയിൽ കൂടി ആ ആഴ്ചയിൽ ആ അരി അവരെനിക്ക് തരുമായിരുന്നു. ഞാൻ അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കഞ്ഞി വെച്ചാക്കി കിടന്നു. വെറും പോച്ചയ്ക്കകത്ത് കിടക്കുകയായിരുന്നു. അങ്ങനെ കിടന്ന് എന്നെ കുടുംബശ്രീക്കാരും രക്ഷിച്ചു, കയറ്റി. ഇവിടെ പറഞ്ഞു 10 രൂപ വീതം നിങ്ങളുടെ കുടുംബശ്രീ നിക്ഷേപിക്കാൻ. എൻ്റെ കയ്യിൽ യാതൊരു മാർഗവും ഇല്ല 10 രൂപയ്ക്ക്. അന്ന് എനിക്ക് ഈ എടപ്പാവ് വന്നപ്പം ഒരു വീട് പോലും പരിചയവുമില്ല. ഞാൻ എങ്ങോട്ടും ഇറങ്ങാൻ എനിക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ഒടുവില കുടുംബശ്രീക്കാരെല്ലാം കൂടെ അങ്ങനെ പറഞ്ഞു എനിക്ക് 2-3 കോഴിയെ മേടിച്ചു വന്നു. കോഴിയെ മേടിച്ച് തന്നപ്പം കൂടില്ല. ആ കാട്ടുപ്രദേശം വല്ലതും പിടിച്ചുകൊണ്ട് പോകുമെന്നുള്ള ഒരു പേടി. ഒരു കോഴിക്കൂടിന് കാശെല്ലാവരും കൂടെ സംഘടിച്ച് എനിക്ക് തന്നു. ഒരു കോഴിക്കൂടും മേടിച്ചു. ഞാൻ അങ്ങനെ സംഘടിച്ച് ഒരു 6 മാസം നടത്തി കഴിഞ്ഞപ്പോൾ കോഴികളുടെ മുട്ടയിട്ടു. പറഞ്ഞാൽ തീരത്തില്ല. അതിൽ നിന്ന് 10 രൂപ ആ കുടുംബശ്രീയിൽ വെച്ച് വരുമാനം ഉണ്ടാക്കി എനിക്ക് കുടുംബശ്രീക്കാരെന്നെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു. അവരെന്തോ ഒരു സഹായം പറഞ്ഞു എന്നെ സഹായിക്കും. കയ്യാഴി വന്നാലും ഞാൻ അസുഖക്കാരി, നമ്മുടെ മക്കളും കൊച്ചുമക്കളുമാണ്. കല്യാണം കഴിച്ചതല്ല. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ്. അവര് എന്തോ ഒരു സങ്കടം ചെന്ന് പറഞ്ഞാലും അവരുണ്ടാവും. അതുകൊണ്ടാണ് കുടുംബശ്രീ എന്ന് പേരിട്ടിരിക്കുന്നത്. അവരാണ് എന്നെ ഉയർത്തി എഴുന്നേൽപ്പിച്ചത്. ഒടുവിൽ അങ്ങനായി ഓരോ ഉപകാരവും കുടുംബശ്രീയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. എനിക്ക് വസ്ത്രങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് പഞ്ചായത്തിൽ മുഖാന്തരം വസ്ത്രം, ആഹാരത്തിന് വഴി, പെൻഷന്, ഇപ്പം ഒരു വീട് സർവ്വ എനിക്ക് എന്റെ കുടുംബശ്രീക്കാര് ഈ സാർ ഉൾപ്പെടെ എന്നെ രക്ഷിച്ച് ഇപ്പം എന്നെ കരകയറ്റി. ഇന്ന് ഞാൻ സാറിന്റെ അടുക്ക പറയാൻ ഇന്ന് പരമാനന്ദ സുഖമായിട്ട് ഞാൻ നല്ല ചെറിയൊരു വീടുമായി. എനിക്ക് ഇവിടെ പറഞ്ഞാൽ തീരത്തില്ല, അതുപോലുള്ള സങ്കടം. ഞാൻ കുടുംബശ്രീയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇത്രയും ഇതായത്. ഞാനൊരു വീട്ടമ്മയായിരുന്നു. എനിക്ക് എല്ലാ സപ്പോർട്ടും എന്റെ കുടുംബശ്രീയാണ് എനിക്ക് തന്നിരുന്നത്. ഞാൻ സമൂഹത്തിൽ ഇറങ്ങി ഒരു വാക്ക് പറയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അയൽക്കൂട്ടത്തിലാണേലും ഞാൻ റിപ്പോർട്ടൊക്കെ സെക്രട്ടറി ആയിരുന്നു. അന്ന് റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിറവിലും പേടിയുമായിരുന്നു. അതിൽ നിന്ന് എന്റെ കുടുംബശ്രീ എനിക്ക് ഇത്രയും ഉയർത്തി തന്നു. ഇപ്പൊ ഏത് സ്റ്റേജ് വേണേലും നിന്ന് പറയാനുള്ള ധൈര്യം വന്നു. കിട്ടിയ ജോലിയെല്ലാം കളഞ്ഞു, ചെയർപേഴ്സൺ സ്ഥാനം പോകുന്നു. ഇനി എന്തെന്നൊരു ചോദ്യചിഹ്നമായപ്പോഴാണ് NROയുടെ സെലക്ഷൻ വന്നത്. അങ്ങനെ NROയുടെ സെലക്ഷൻ വന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 8 പേരെ എടുത്താൽ 3ാമത്തെ സ്ഥാനത്ത് എനിക്ക് എടുക്കാനിടയായി. ഒറീസയിലേക്ക് ഞാൻ പോയി, 2 പ്രാവശ്യം പോയി. എന്നാൽ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം, ഞാൻ എന്റെ പിതാവിന്റെ കൂടെ കഴിഞ്ഞിരുന്നപ്പോൾ ഒറീസയിൽ പോയി. അവിടെ വെച്ച് എന്റെ പിതാവ് മരിച്ചു. എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ നല്ലൊരു കാര്യമാണ് സമൂഹത്തിനാകെ ചെയ്യുന്നത് എന്നുള്ള ഒരു. ഞാൻ ഇന്ന് പോവാണ്. ഇന്ന് 5 ട്രെയിൻ ഞാൻ വീണ്ടും പോവുകയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയതാ കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോഴേ വിളിച്ചു പറഞ്ഞ് 21-ാം തീയതി അവലോ. അപ്പൊ എല്ലാവരും പറഞ്ഞു സൂസൻ ഇത് അവതരിപ്പിക്കാൻ വരണം. ഞാൻ തിരിച്ചു വന്നു. ഞാൻ അവരോട് NRO വിളിച്ചു പറഞ്ഞു എനിക്കിങ്ങനെ അവസരം തരണം. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് 5 മണിക്കാണ് ഇവിടുന്ന് തിരുവനന്തപുരത്ത് തന്നെ ഒറീസയ്ക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവരെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിന് നമുക്ക് സാമ്പത്തിക പ്രശ്നം. വളരെ നന്നായിട്ട് മിടുക്കിയായിട്ട് നമ്മൾ സംസാരിച്ചു. വളരെ ആലോചിച്ച് കണ്ണൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഇനി എന്താ പറയേണ്ടത്, കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസ് അതിനകത്ത് ഇനി എന്തെങ്കിലും ചോദിച്ചാലോ എന്നൊക്കെ ആലോചിച്ച് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന കണ്ടു മിടുക്കി കുട്ടി.
അപ്പോൾ ഇനിയും ബാലസഭയിലുള്ള മറ്റ് കൂട്ടുകാരെ കൂടി, ചേച്ചിമാരെയും ചേട്ടന്മാരെയും അനിയത്തിമാരെയും ഒക്കെ ഇതുപോലെ സിമിയെ പോലെ നല്ല മിടുക്കി കുട്ടികളാക്കി എടുക്കണ്ടേ? അപ്പോൾ ബാലസഭയ്ക്ക് നമ്മൾ ഇനിയും നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനമാകട്ടെ ഇത്. നമുക്കിപ്പോ എന്താ അറിയണ്ടേ? മാർക്ക് അറിയണോ? അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. കണ്ണമാഷേ, അയിരൂർ CDSന്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നിങ്ങൾ കാണിച്ച ഈ സംരംഭങ്ങൾ, പശു വളർത്തൽ, സോപ്പ് നിർമ്മാണം, അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലാവരും അത് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഈ വളരെ പരിമിതമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ നിന്നൊക്കെ പോയി ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് കടക്കുമ്പോഴാണ് കുടുംബശ്രീയുടെ പ്രാധാന്യം കൂടുതൽ മനസ്സിലായത്. സോപ്പുണ്ടാക്കലും മറ്റതൊക്കെ നമ്മുടെ ജീവിതത്തിനൊരു ഉപാധിയാണ്. പക്ഷേ അതിനപ്പുറത്തെ വേറെയും ചില ജീവിതാനുഭവങ്ങളും മേഖലകളും ഒക്കെ ഉണ്ടെന്ന് നേരത്തെ ലളിത ഫിലിപ്പ് അവർ പറഞ്ഞ കാര്യങ്ങൾ. അത് ഭിന്നശേഷിയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ നോക്കണം, പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം, അവിടെ വലിയമ്മ പറഞ്ഞ ആശ്രയ അവർക്ക് എന്തുമാത്രം തണലേകി എന്നുള്ളത്, പിന്നെ നിങ്ങളുടെ എല്ലാം വ്യക്തിജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സന്ദേശങ്ങളാണ്. ആ സന്ദേശവും കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഒഴിഞ്ഞ ചെയർപേഴ്സൺ ഒറീസയിലോട്ട് പോകുന്നത്. അപ്പോൾ ആ സന്ദേശം അവരിലും നിങ്ങളിൽ കൂടെ എത്തും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എൻ്റെ മാർക്ക് 25-ൽ 16. നിവേദിത മാം, അയിരൂർ CDSന് കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? 25. അയിരൂർ CDSന് ഞാൻ നൽകുന്നത് 25-ൽ 16 മാർക്ക്. 25-ൽ 16 മാർക്ക്. മിനി മാം, അയിരൂർ CDS കൂടുതൽ ശ്രദ്ധയൂന്നിയിരിക്കുന്നത് സാമൂഹ്യമായ സമൂഹത്തിന് താങ്ങാവുന്ന ചില പ്രവർത്തനങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ ആശ്രയ, അതുപോലെയുള്ള കാര്യങ്ങൾ. എന്നാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഉഷാറാവേണ്ടതും ഉണ്ടെന്നാണ് തോന്നുന്നത്. വളരെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അമ്മൂമ്മ പറഞ്ഞതുപോലെ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സമൂഹത്തിൽ വീണു പോകുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. എഴുന്നേൽപ്പിച്ച് നിർത്തുക എന്നുള്ളത് ആ ഒരു ദൗത്യത്തിന്റെ പാതയിലാണ് അയിരൂർ CDS എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നൽകുന്നത് 25-ൽ 17 മാർക്ക്. 25-ൽ 17 മാർക്ക്. ഇനി 15-ൽ എത്ര മാർക്കാണ് എലിയാമ്മ മാം നമുക്ക് തരാനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. ഞാൻ 15-ൽ 11 മാർക്ക്. 15-ൽ 11 മാർക്ക്. ഉണക്കൂർമശേ, എത്ര മാർക്കാണ് 10-ൽ ഇവർക്ക് കൊടുക്കുന്നത്? ഞാൻ പേപ്പറിലൊക്കെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, എല്ലാം മനപ്പാടാക്കി വെച്ചിരിക്കുക. ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്നേഹമുള്ള നല്ല മനസ്സുള്ള സഹോദരിമാരുടെ ഒരു കൂട്ടം. ഒത്തിരി കണ്ണീര് വീഴുന്നത് കണ്ടു, ഹൃദയത്തിലാണ് അത് വീഴുന്നത് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാന്ത്വനം തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ദുഃഖങ്ങളുടെ ഒരു പുഴയിലൂടെ നീന്തി കടന്നിട്ടാണെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലെത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ കുടുംബശ്രീ ഒരു ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് എനിക്ക് സാധിച്ചത്. നിങ്ങൾക്ക് ഞാൻ 10-ൽ 6 മാർക്ക് തരുന്നു. 10-ൽ 6 മാർക്ക്. അയിരൂർ CDSന് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 66. 66 ഔട്ട് ഓഫ് 100. കേട്ടത് മധുരം, കേൾക്കാത്തത് അതിമധുരം. നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ കഥകൾ തുടരുകയാണ്. പെൺപെരുമയുടെ പുത്തൻ കഥകളുമായി ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോ വീണ്ടും എത്തും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പൊൻപുലരിയിലൊരു പുതു തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുല
നായർ